എല്ലാവർക്കും യുകെ എഡ്യൂസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് മുതൽ ഒരു പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനകത്ത് ഒക്കെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പല സെമസ്റ്ററുകളിലും പല യൂണിവേഴ്സിറ്റികളിനകത്തുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളത്. ഇതിനകത്ത് പ്രോബ്ലം വരുന്നുണ്ട്, തിയറി ഏരിയ ആദ്യം വരുന്നുണ്ട്, അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പ്രോബ്ലംസും വരുന്നുണ്ട്. NPV, IRR അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. പരമാവധി ക്ലാസ്സുകൾ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലോട്ട് കിടക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താണെന്ന് നോക്കാം. ഡിസിഷൻ അബൌട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കുറിക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഡിസിഷനെയാണ് എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ആ എക്സ്പെൻഡിച്ചർ ഇൻകർ ആവുന്നത് ഒരു പോയിൻ്റ് ഓഫ് ടൈമിലാണ്, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് റിയലൈസ് ചെയ്യപ്പെടുന്നത് എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള പോയിൻ്റ് ഓഫ് ടൈമിലാണ്. ഭാവിയിലാണ് അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്? റിയലൈസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു എക്സ്പെൻഡിച്ചർ വിച്ച് ഇൻകേർഡ് അറ്റ് വൺ പോയിൻ്റ് ഓഫ് ടൈം വെറാസ് ദ ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആർ റിയലൈസ്ഡ് അറ്റ് ഡിഫറൻറ്റ് പോയിൻ്റ് ഓഫ് ടൈം ഇൻ ഫ്യൂച്ചർ. അതിൻ്റെ യഥാർത്ഥത്തിൽ ആ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എന്താണ്? ഭാവിയിലാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ് എന്നത് ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്സിനകത്തോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ കിട്ടുന്നതായിരിക്കും. ഫ്യൂച്ചറിലാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് എന്ത് പറയേണ്ടത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കുറിക്കുന്ന ഡിസിഷനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് നോക്കാം. ഇപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതെന്താണ്? അത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇംപ്രവൈസേഷൻ വന്നാൽ മോഡേണൈസേഷൻ, എക്സ്പാൻഷൻ, റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, പർച്ചേസ് ഓഫ് ന്യൂ ഫിക്സഡ് അസറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. മോസ്റ്റ് ഫേംസ് കെയർഫുള്ളി അനലൈസ് ദ പൊട്ടൻഷ്യൽ പ്രോജക്ട്സ് ഇൻ വിച്ച് ദേ ആർ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും? മിക്ക ഫേമുകളും അനലൈസ് ചെയ്യും. ദ പ്രോസസ് ഇവാലുവേറ്റിംഗ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് എ ഡിസിഷൻ അബൌട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ കറൻറ്റ് ഫണ്ട്സ് ഇൻ ലോങ് ടേം അസറ്റ്. അതായത് ലോങ് ടേം അസറ്റിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിസിഷനെയാണ് എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ള കറൻറ്റ് ഫണ്ട് ലോങ് ടേം അസറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങളെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡിസിഷൻ സിറ്റുവേഷൻ ഇൻ വിച്ച് ലംസം ഫണ്ട് ആർ ഇൻവെസ്റ്റഡ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് എ പ്രോജക്റ്റ് ആൻഡ് റിട്ടേൺസ് ആർ എക്സ്പെക്റ്റഡ് ഓവർ എ ലോങ് പീരീഡ്. അതായത് ഈ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫിക്സഡ് അസറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഭാവിയിൽ. ചിലപ്പോൾ എന്താണ് ഭാവിയിൽ വരാനിരിക്കുന്ന വർഷങ്ങളിലായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ റിട്ടേൺ ആർ എക്സ്പെക്റ്റഡ് ഓവർ എ ലോങ് പീരീഡ്. അതിൻ്റെ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ റിട്ടേൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഭാവിയിലാണ് അതിൻ്റെ റിട്ടേൺ നമുക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസിഷനെയാണ് എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഓഫ് എ ഫേം ആർ ജനറലി നോൺ ആസ് എ ക്യാപിറ്റൽ ബഡ്ജറ്റ്. ഒരു ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെയാണ് എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്.
That time capital budgeting is a combination of the two terms, namely capital and budgeting. രണ്ട് ടേമാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ക്യാപിറ്റൽ, ഒന്ന് ബഡ്ജറ്റിംഗ് എന്നുള്ളത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ എമൗണ്ട് അലോക്കേറ്റഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ് ഓർ പ്രൊജക്റ്റ്. ഫിക്സഡ് അസറ്റിനകത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നമ്മൾ എമൗണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ദ പ്രൊജക്റ്റഡ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ് ഡ്യൂറിങ് എ സ്പെസിഫിക് ഫ്യൂച്ചർ പീരീഡ്. ഭാവിയിൽ നമ്മൾക്ക് എന്താണ് എത്രയാണത് ഇൻഫ്ലോസ് എത്രയായിരിക്കും, ഔട്ട്ഫ്ലോസ് എത്രയായിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊജക്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിസിഷൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ കറൻറ്റ് അസറ്റ് ഓഫ് എ ബിസിനസ് കൺസേൺ മോസ്റ്റ് ഇഫക്റ്റീവ്ലി ഇൻ ഫിക്സഡ് അസറ്റ്സ് ആൻഡ് പ്രൊജക്റ്റ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് എ എക്സ്പെക്റ്റഡ് ഫ്ലോ ഓഫ് ഫ്യൂച്ചർ ബെനിഫിറ്റ് ഓവർ എ സീരീസ് ഓഫ് ഇയേഴ്സ്. അതായത് നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ള ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സഡ് അസറ്റിനകത്തോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനകത്തോ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്ത് നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യും എക്സ്പെക്റ്റഡ് ഫ്ലോ നമുക്ക് ഉണ്ടാവും എന്നാണ്, ഭാവിയിൽ ഉണ്ടാവും എന്നുള്ള ഒരു ഭാവിയിലുള്ള എന്താണ് വർഷങ്ങളിൽ നമുക്കതിൽ നിന്ന് ഒരു ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള റിട്ടേൺ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മുടെ കറൻറ്റ് ഫണ്ട് ഫിക്സഡ് അസറ്റിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ്, അനലൈസിങ്, സെലക്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ഹൂസ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാഷ് ഫ്ലോസ് ആർ എക്സ്പെക്റ്റഡ് ടു എക്സ്റ്റെൻഡ് ബിയോണ്ട് 1 ഇയർ. അതായത് അതിൻ്റെ റിട്ടേൺ എന്നുള്ള ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തല്ല അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, അല്ലെങ്കിൽ അത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റെൻഡ് ടു ബിയോണ്ട് 1 ഇയറിന് മുകളിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. വളരെ ചുരുക്കിയ ഭാഷയിൽ പറഞ്ഞാൽ ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ചെയ്യുന്ന ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്വഭാവം എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള അതേ പോയിന്റുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് വരുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ നോട്ട് റിപ്പീറ്റേറ്റീവ് ലൈക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ്. കാരണം ഇതെന്താണ് നമ്മുടെ കറൻറ്റ് ഫണ്ട് ലോങ് ടേം അസറ്റിനകത്ത് അല്ലെങ്കിൽ പ്രൊജക്റ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കില്ല റിപ്പീറ്റേറ്റീവ് നാച്ചറായിട്ടുള്ള ഒരു തീരുമാനം ആയിരിക്കില്ല. ദേ ആർ ടൈലർ മെയ്ഡ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ഈച്ച് സിറ്റുവേഷൻ. ഓരോ സ്വഭാവത്തിനും അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഹാസ് ഇറ്റ്സ് ഓൺ ഫീച്ചേഴ്സ്. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് അവിടെ പറയുന്നുണ്ട്. ഒരു 7 പോയിൻ്റ് ഇതിനകത്ത് പറയണം. നമുക്ക് എന്തൊക്കെയാണെന്ന് ആ പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അതേ പോയിൻ്റ് തന്നെ ക്രോഡീകരിക്കുകയാണ് ചെയ്യുന്നത്. ദർ ഇസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഫണ്ട് ഇൻ ദ ലോങ് ടേം ആക്ടിവിറ്റീസ്. ലോങ് ടേം ആക്ടിവിറ്റീസിനകത്ത് നമ്മൾ ഫണ്ട് എന്ത് ചെയ്യും ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോങ് ടേം ആക്ടിവിറ്റീസ് ഉദ്ദേശിക്കുന്നത് എന്താണ് ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ആയിരിക്കാം. ഇനി ഇറ്റ് ഇൻവോൾവ് ദ ലാർജ് ഔട്ട്ലേഷൻ. നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്താണ് ഔട്ട്ലേഷൻ നമുക്ക് എന്താണ് ഇനി വരാനിരിക്കുന്ന ആൻറ്റിസിപ്പേറ്റഡ് ഇയേഴ്സിനകത്ത് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് റിട്ടേണിൽ നിന്ന് അതിനകത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ദെൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ എന്ത് പറയുള്ളൂ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുള്ളൂ. ദെൻ കറൻറ്റ് ഫണ്ട്സ് ആർ എക്സ്പെക്റ്റഡ് ദ കറൻറ്റ് ഫണ്ട്സ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ ഫ്യൂച്ചർ ബെനിഫിറ്റ്. അത് നമ്മുടെ നിലവിലുള്ള ഫണ്ട് എന്താണ് ഭാവിയിൽ വരാനിരിക്കുന്ന ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മളെന്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ദ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ഫ്യൂച്ചർ. അതായത് ചിലപ്പോൾ എന്താണ് അത് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക നമുക്ക് ഇപ്പോഴാവണമെന്നില്ല, അതെന്താണ് ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത് കിട്ടുന്നത്. ഇറ്റ് ഇൻവോൾവ് ദ ഹൈ ഡിഗ്രി ഓഫ് റിസ്ക്. കാരണം ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇനീഷ്യലായിട്ടുള്ള ക്യാഷ് ഫണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിട്ടേൺ നമുക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. അത് ഇനി എന്താണ് ആൻറ്റിസിപ്പേറ്റഡ് ഇയേഴ്സിനകത്താണ് നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് റിസ്ക് അടങ്ങിയിട്ടുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ ഇറിവേഴ്സിബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നോൺ റിപ്പീറ്റേറ്റീവ് ആണെന്ന് പറഞ്ഞു. അത് നമുക്ക് ഒരിക്കലെടുത്താൽ നമുക്ക് പിന്നെ അതിനകത്ത് മാറ്റം വരുത്തുക എന്ന് പറഞ്ഞത് അസാധ്യമാണ്. ഹെൻസ് ഇറ്റ്സ് റിക്വയർ കെയർഫുൾ കൺസിഡറേഷൻ. വളരെ സുപ്രധാനമായിട്ട് തീരുമാനമായതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടത് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത്രയും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ്.
ഇതിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് ഉദ്ദേശിക്കുന്നത് പീരീഡ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ഔട്ട്ലേ ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് റിട്ടേൺ. നമ്മൾ ആദ്യമുള്ള ഇനീഷ്യൽ ഔട്ട്ലേ, അതുപോലെ തന്നെ അതിൽ നിന്ന് ആൻറ്റിസിപ്പേറ്റഡ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ, അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അതിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് ഉദ്ദേശിക്കുന്നത്. അതെന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും? നമ്മളതിൻ്റെ റിട്ടേൺ നമുക്ക് കിട്ടുന്നത് അതിന് വരാനിരിക്കുന്ന വർഷങ്ങളിലാണല്ലോ അതിൻ്റെ റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡ് എന്നുള്ളത് കൂടുതലായിരിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിട്ട് കുറച്ചും കൂടി ഇതിനകത്ത് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ കുറച്ച് റോള്, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കത് എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് നോക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് കൺസിഡേർഡ് വിത്ത് ഹെവി എക്സ്പെൻഡിച്ചർ ഡിസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ദ ബെനിഫിറ്റ് ഓർ റിട്ടേൺസ് ഫ്രം സച്ച് എക്സ്പെൻഡിച്ചർ എക്സ്പെക്റ്റഡ് ടു ഡിറൈവ് ഓവർ മെനി ഇയേഴ്സ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ കിട്ടുന്നതാണ്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നത്. ദിസ് മേക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ മോർ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷനാണ്. ദീസ് ഡിസിഷൻസ് അഫക്ട്സ് ലോങ് ടേം ഫ്ലെക്സിബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ഫ്ലെക്സിബിലിറ്റിനെയും പ്രോഫിറ്റിനെയും ഒക്കെ ബാധിക്കുന്ന തീരുമാനങ്ങളാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനകത്ത് പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ഡിസിഷൻ അഫക്ട് ദ ലോങ് ടേം ഫ്ലെക്സിബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞു. സക്സസ് ഓർ ഫെയിലിയർ ഓഫ് എൻ എൻ്റർപ്രൈസ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ അലോൺ ഇൻ ദാറ്റ് എൻ്റർപ്രൈസ്. ഒരു ഓർഗനൈസേഷൻ്റെ കാരണം ഇതിനകത്ത് കുറേ ഫണ്ട് ഇൻവോൾവ്മെൻറ്റ് ഉള്ളതാണ്, ലോങ് ടേം ഡിസിഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ഇതിൻ്റെ വിജയപരാജയങ്ങൾ, ഒരു ഓർഗനൈസേഷൻ്റെ വിജയപരാജയങ്ങൾ എന്നുള്ളത് ഇതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ദെർഫോർ ദ പ്രോപ്പർ പ്ലാനിങ് ഓൾമോസ്റ്റ് ഈസ് ക്യാരിസ് നീഡഡ് വൈൽ മേക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ റോള്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് അവിടെ പറയുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. വായിച്ചാൽ മനസ്സിലാവുന്ന വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ റിക്വയർഡ് കെയർഫുൾ പ്ലാനിങ് അപ്രൈസലൊക്കെ നമുക്ക് കൃത്യമായിട്ട് അനിവാര്യമാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ കുറേ ടെക്നിക്കുകളും അതുപോലെ തന്നെ കുറേ മെത്തേഡ്സൊക്കെ ഉണ്ട്. നമുക്കത് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. എ മിസ്റ്റേക്ക് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ക്യാൻ പ്രൂവ് ഫാറ്റൽ ടു ദ എൻ്റർപ്രൈസ്. അതായത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കമ്പനിയെ തന്നെ ബാധിക്കുന്നൊരവസ്ഥയുണ്ടാവും. ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ആണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി, കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ദ ഫേം. അതായത് നമുക്കതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്നാണ് ഭാവി വരാനിരിക്കുന്ന വർഷങ്ങളിലാണ് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്നുള്ളത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എ റൈറ്റ് ഡിസിഷൻ മേ ബി ദ ബ്രിങ് അമേസിങ് റിട്ടേൺ വൈൽ എ റോങ് ഡിസിഷൻ എൻഡേർ സർവൈവൽ ഓഫ് ദ ഫേം. അതായത് കൃത്യമായിട്ട് നമ്മൾ പ്ലാനോട് മാത്രമേ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്സ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ അതിന് തന്നെ ഓർഗനൈസേഷനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. റിവേഴ്സിബിൾ ആയിട്ടുള്ള ഡിസിഷൻ. കാരണം നമ്മൾ ഇതൊരു ടൈലർ മെയ്ഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സിറ്റുവേഷനകത്ത് നമ്മൾ എടുക്കുന്നു, നമുക്ക് ഒരിക്കലും നമ്മൾ എടുത്ത കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അബാൻഡൺ ദ പ്രൊജക്ട്സ് വൺസ് ദ ഫണ്ട് ഹാസ് ബീൻ ഇൻവെസ്റ്റഡ് ഇൻ ടു. ഇപ്പോൾ ഒരു പ്രൊജക്റ്റിനകത്ത് നമ്മളൊരു 10 lakh rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ആ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഒഴിവായി പോവുക അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡിസിഷനാണ്. റിസ്ക് എന്നുള്ള കാര്യം റിസ്ക് തന്നെ കൂടുതലായിരിക്കും. കാരണം ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻവോൾവ് ദ ഗ്രേറ്റർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഇവിടെ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ റിസ്ക് എന്ന് പറഞ്ഞതായിരിക്കും വളരെ കൂടുതലായിരിക്കും. ദ ലോങ്ങർ ഈസ് ദ പീരീഡ് ഓഫ് പ്രൊജക്റ്റ് ഗ്രേറ്റർ മേ ബി ദ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഇവിടെ പീരീഡ് എന്താണ്? ഇവിടെ നേരത്തെ പറഞ്ഞു ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ റിസ്ക് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി എന്നുള്ളത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ദെൻ ഗ്രോത്ത് എന്നുള്ളൊരു പോയിന്റ് പറയുന്നുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ അഫക്ട് ദ റേറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് ദ ഫേം. ഒരു കമ്പനിയുടെ ഗ്രോത്തിനെ നിർണ്ണയിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഇത് മാറുന്നു. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്നുള്ളത് മാറുന്നു. The impact on a firm's competitive strength. Capital budgeting decision affect the capability and strength of firms to face competitions. കാരണം കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാനുള്ള ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് ഒക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്.
ഇറ്റ് വിൽ അൾട്ടിമേറ്റ്ലി എഫക്ട് ദ ഫേംസ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. ഒരു ഫേമിൻ്റെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്തിനെ അൾട്ടിമേറ്റ് ആയിട്ട് ബാധിക്കുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്നുള്ളത് നല്ല കാര്യം അതിനകത്ത് മനസ്സിലാക്കി വെക്കുക. മോസ്റ്റ് ഡിഫിക്കൽട്ട് ഡിസിഷനാണ്, കാരണം ഒരുപാട് പ്ലാനിംഗ് ഒക്കെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആവശ്യമാണ്. ഫോർകാസ്റ്റിംഗ് ഓഫ് ദ ഫ്യൂച്ചർ കണ്ടീഷനെ കുറിച്ച് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം, ക്യാഷ് ഫ്ലോസിനെ കുറിച്ച് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുണ്ട്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നെക്സ്റ്റ് ഒരു പോയിന്റ് വരുന്നത് കോസ്റ്റ് കൺട്രോൾ എന്നാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ദർ ഈസ് എ റെഗുലർ കമ്പാരിസൺ ഓഫ് ദ ബഡ്ജറ്റഡ് ആൻഡ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ, ദെർഫോർ ദ കോസ്റ്റ് കൺട്രോൾ ഈസ് ഫെസിലിറ്റേറ്റഡ് ത്രൂ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. കാരണം നമ്മൾ എന്താണ് ഓരോ സമയവും നമ്മൾ എന്ത് ചെയ്യുന്നു, ബഡ്ജറ്റഡും അതുപോലെ തന്നെ ആക്ച്വൽ എക്സ്പെൻഡിച്ചറുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും കോസ്റ്റ് കൺട്രോൾ എന്നുള്ളത് നമുക്ക് വളരെ കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നുണ്ട്. വെൽത്ത് മാക്സിമൈസേഷൻ, നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സൊക്കെ പറയുന്നുണ്ട് അല്ലേ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നുണ്ട്. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമൈസിങ് ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ്, ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളത് സഹായിക്കുന്നുണ്ട്. എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ കോൺസിക്വൻസ് ബിക്കോസ് ഓഫ് ലാർജ് സൈസ് ദർ ഇസ് എൻ എവർ ഇൻക്രീസിങ് ആൻഡ് ട്രെൻഡ് ടുവേഴ്സ് ദ ക്രിയേഷൻ ഓഫ് ദ ലാർജർ ബിസിനസ് യൂണിറ്റ്സ് ബൈ അമാൽഗമേഷൻ and globalization. Hence, if the investment decisions are bad, the economic and social consequences would be very serious. അതുകൊണ്ട് തന്നെ എന്താണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കോൺസിക്വൻസിനെ എന്താണ് ഇത് ബിക്കോസ് ഓഫ് ലാർജ് സൈസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ നമ്മൾ ഇത് അമാൽഗമേഷൻ, ഗ്ലോബലൈസേഷൻ അങ്ങനെയുള്ള ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു, ഇത് ബാധിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് കുറേ ഫണ്ട് ഉണ്ട്, കുറേ ആൻറ്റിസിപ്പേറ്റഡ് ഫ്യൂച്ചർ പിരീഡിനകത്ത് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് ഔട്ട്ലേ നമുക്ക് കിട്ടുന്നത്, ഔട്ട്ലേ അല്ല അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് തിയറി ഭാഗങ്ങളാണ്. കുറച്ചുകൂടി തിയറീസ് ഉണ്ട്, അതിൻ്റെ സ്റ്റെപ്സ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സ്റ്റെപ്സൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ പ്രോബ്ലം ഇതിനകത്ത് കിടക്കും, NPV കാൽക്കുലേഷൻസ്, അതിനകത്ത് പല സിറ്റുവേഷൻസ് വരുന്നുണ്ട്, IRR ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്, അങ്ങനെ കുറേ മെത്തഡുകൾ ഇതുമായിട്ട്, ഡിസ്കൗണ്ട് മെത്തഡ് ഉണ്ട്, പേ ബാക്ക്, ഇങ്ങനെയുള്ള കുറേ മെത്തഡ് ഇതുമായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. താങ്ക് യു.